നമുക്ക് ഇലക്ഷൻ വേണ്ട. ഒരു ഡെമോക്രസീന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ ഭരിക്കുന്ന ഒരാളെ ചൂസ് ചെയ്യണത്. അത് നമ്മൾ അങ്ങനെ എടുത്ത് കളയാം. എങ്ങനെയുണ്ടാവും? അതായത് ഭരിക്കുന്ന ആള് വേണ്ട. ഭരിക്കുന്ന ആള് വേണ്ടെന്നല്ല, നമ്മളിപ്പോ UPSC എടുക്കുക. UPSCയില് എക്സാമിനേഷൻ എഴുതിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലിലും ഗവൺമെന്റിന്റെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇപ്പൊ IAS, IFS, IPS അങ്ങനത്തെ ടീംസ് ഉണ്ട്. ഇവരൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിനേഷൻ വെച്ചിട്ടാണ് കയറുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു രാജ്യം ഭരിക്കുന്ന ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് എക്സാമിനേഷൻ ഇല്ല? എന്തുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ല? അതായത് നമുക്ക് ഇപ്പൊ ക്വാളിഫൈ ചെയ്ത ആൾക്കാര് മാത്രം ഈ പൊളിറ്റിക്സിലേക്ക് വരാൻ വേണ്ടി. പൊളിറ്റിക്സ് എന്നല്ല, ഗവേണിംഗ് ഒരു രാജ്യം ഭരിക്കും. പൊളിറ്റിക്സ് വേറെ ഉണ്ട്. അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ